മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ 10 സ്കൂളുകളിൽ നവാഗതർക്ക് മിൽമ സ്നേഹോപഹാരമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ നിർവഹിച്ചു. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ 10 സ്കൂളുകളിലാണ് നവാഗതർക്ക് മിൽമയുടെ സ്നേഹോപഹാരമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗവൺമെന്റ് LPS കായംകുളം പെരിങ്ങാല, CS LPS പെരിങ്ങാല, പള്ളിക്കൽ നടുവിലേമുറി LPS, കട്ടച്ചിറ LPS, വള്ളികുന്നം NVM LPS, നടക്കാവ് LPS, വാത്തികുളം സെന്റ് ജോൺസ് LPS, മുള്ളിക്കുളങ്ങര ഗവൺമെന്റ് LPS, ചിത്തിരവിലാസം LPS പെരിങ്ങാല എന്നീ സ്കൂളുകളിലാണ് സ്നേഹോപഹാരം നൽകിയത്. കായംകുളം കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടനം നടന്നു. മിൽമ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. മിൽമയിലെ ഐസ്ക്രീം കഴിക്കുന്നത് കൂടുതലും കുഞ്ഞുങ്ങളാണ്. പാല് മിൽമയുടെ കൂടുതലും കുടിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കേക്ക് കഴിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ പായസം പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതും കൂടുതലും കുഞ്ഞുങ്ങളാണ്. അപ്പം മിൽമയോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. അപ്പോൾ അവർ ഈ പ്രസ്ഥാനത്തെ അറിയേണ്ടത് അനിവാര്യമാണെന്ന ഒരു ചിന്തയോടുകൂടി മനസ്സിൽ വരികയും അത് ബോർഡിലേക്ക് ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ ബോർഡിൽ ആലോചിച്ചപ്പോൾ എങ്ങനെ കൊടുക്കും, എന്ത് കൊടുക്കും എന്നുള്ള ചിന്ത വരികയും ആദ്യഘട്ടമായതുകൊണ്ട് ചില പോരാഴികൾ ഉണ്ടാകാം. തുടക്കമാണ് ഞങ്ങളിത് കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എല്ലാ സ്കൂളിലെയും എല്ലാ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഗവൺമെൻറ് സ്കൂളിലെ 1ാം ക്ലാസ്സിലേക്ക് വന്ന പുതിയ കുട്ടികൾക്ക് നമുക്ക് മിൽമയുടെ കുറച്ച് സാധനങ്ങൾ കൊടുക്കാം, അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി. അവർ കാണണം ഇതിൽ മിൽമയിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും മിൽമയെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെടുത്തു, അതിലൊരു ബാഗിൽ ഒരു അമ്പളം പതിച്ചുകൊണ്ട് ഒരു ബാഗ് ഇറക്കുന്നു, കുറച്ച് ബുക്ക് അടിക്കുന്നു, ഒരു റെയിൻകോട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ പെൻസിൽ ബോക്സ് ഉണ്ടാക്കുന്നു. പിന്നെ പേട എന്ന് പറയുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം അത് ചിലപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തരാം കേട്ടോ. പേട ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും തരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് പേട. അത് നിങ്ങൾക്കറിയാം, പാലിൻ്റെ വെണ്ണയിൽ നിന്നും നെയ്യിൽ നിന്നും ഒക്കെ ഒരുപാട് പോഷക ഗുണങ്ങൾ. മിൽമ ഡയറക്ടർ ആയാപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മിൽമ കുട്ടികൾക്കൊക്കെ പാരിതോഷികം തരിക. ആർക്കാ തരുന്നത്? എല്ലാ കുട്ടികൾക്കും ഉണ്ടോ? ഈ വർഷം പുതുതായി വന്ന കുട്ടികൾക്കെല്ലാം മിൽമ ഒരു ചെറിയ പ്രോത്സാഹനം കൊടുക്കുക ഇല്ലേ? എന്തിനാ മിൽമ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുന്നത്? മുമ്പൊക്കെ കൊടുത്തിട്ടുണ്ടോ? മുമ്പൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴേ ഞങ്ങളുടെ ചെയർമാൻ്റെയൊക്കെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്. എന്തിനാണെന്നറിയാവോ? മിൽമ എന്ന് പറയുന്നത് എന്താ? പാല്. ആരെയാ പാല് കറക്കുന്നേ? പശുക്കളാണോ പാല് കറക്കുന്നേ? പിന്നെ ക്ഷീര കർഷകരാണ് ഇല്ലയോ? അപ്പം ക്ഷീര കർഷകരെ മിൽമയെ വിദ്യാർത്ഥികളോടും സമൂഹത്തോടും ചേർത്ത് പിടിച്ച് നിർത്തുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ഇത് അല്ലേ? പണ്ടൊക്കെ നിങ്ങൾ നോക്കുമ്പം അവിടെ ഇവിടെയൊക്കെ പാൽ സൊസൈറ്റികൾ കാണും. കർഷകർ പാലളക്കും, ഉള്ള പാല് കൊണ്ടുവന്ന് സംഘത്തിൽ കൊടുക്കും ഇല്ലേ? ഇത് തന്നെ എന്നാ തുടങ്ങിയത്? 84 തുടങ്ങിയത്. അതിനു മുമ്പ് മിൽമ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. കേരളത്തിലെ ഉൽപ്പാദിപ്പിക്കുന്ന പാല് കർഷകർക്ക് വിറ്റഴിക്കാൻ സൗകര്യമില്ലാതിരുന്നൊരവസരത്തിൽ ഈ പാൽ എന്ത് ചെയ്യണമെന്ന് ആളുകൾ അറിയാതെ നിന്ന് അന്തം വിട്ടു നിന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ കർഷകരെ സംഘടിപ്പിച്ച് ആനന്ദ് മോഡൽ എന്ന് പറയുന്നത് എന്താ? ആനന്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുജറാത്തിലെ ഒരു സ്ഥലപ്പേരാണ് ആനന്ദ്. അവിടെ ഡോക്ടർ കുര്യൻ എന്ന് പറയുന്ന ഒരു മലയാളി, അദ്ദേഹം അവിടുത്തെ കർഷകരെ സംഘടിപ്പിച്ച് ചെറിയ ചെറിയ സംഘങ്ങളുണ്ടാക്കി പാല് സംഭരിച്ച് അതാണ് അവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് അമൂലൊക്കെ. അമൂല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേൾക്കാത്തവരൊന്ന് കൈപ്പൊക്കി. അമൂല് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് മിൽമയുടെ ഒരു ഉൽപ്പന്നമാണ്. മിൽമയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഗുജറാത്തിലെ. ആനന്ദ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മോഡൽ ആനന്ദ് പാറ്റേണിൽ കേരളത്തിൽ ഉണ്ടാക്കിയതാണ് ഈ മിൽമ സംഘങ്ങൾ. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്മിത രാജ് സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി നിമ്മി കൃതജ്ഞത പറഞ്ഞു. സ്കൂളുകൾക്ക് സമീപമുള്ള ക്ഷീരസംഘത്തിലെ പ്രസിഡന്റുമാരും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്കൂളുകളിൽ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തു. CDN ന്യൂസ് കായംകുളം.